ഹലോ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. എൻ്റെ ഇപ്പോഴത്തെ ഒരു വൈകുന്നേരം എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് ഇറങ്ങി. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഒരു ഓട്ടോ കിട്ടി. അപ്പം നേരെ ജംഗ്ഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ബസ് കാത്ത് നിൽക്കുന്ന ടൈമിൽ ഞാനൊന്ന് വീഡിയോ എടുക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഞാൻ ഭയങ്കര ഷൈ ആണ്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഞാൻ എങ്ങനെയോ വീഡിയോ എടുത്തതാണ്. അതിനുശേഷം ഞാൻ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് നേരെ ബസ് ഇറങ്ങി വീട്ടിലോട്ട് നടന്നു പോവുകയാണ്. പഴയ വഴിയും പുതിയ വഴിയും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. തൊട്ടപ്പുറത്താണ് പഴയ വീട്ടിലോട്ട് പോകുന്ന വഴി, അതായത് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിലോട്ട് പോകാൻ തൊട്ടിപ്പുറത്തെ വഴിയാണ്, അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്. അപ്പോൾ ഞാൻ അവിടെ എത്തി. ഞാൻ ചെല്ലുന്നതൊന്നും അച്ഛൻ അറിഞ്ഞിട്ടില്ല. അച്ഛൻ അവിടെ എന്തോ ഞങ്ങൾക്കൊരു റേഡിയോ ഉണ്ട് കേട്ടോ. അച്ഛൻ ഇപ്പോൾ റേഡിയോ റെഡിയാക്കുന്ന എന്തോ പണിയിലാണ്. അച്ഛൻ ഇവിടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ഇന്നലെ നോക്കുന്നുണ്ടായിരുന്നു, അത് നടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ എന്തോ ഇതിലായിരുന്നു ഞാൻ ചെന്നപ്പോൾ. പിന്നെ ഇവിടെ നമുക്ക് പുതിയൊരു സ്പേസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് റെഡിയായി വരണം. നമ്മൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും ബാഗ് വെക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരുപാട് സാധനങ്ങൾ വെക്കുന്ന പല സംഭവങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേണ്ടതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി മേലൊക്കെ കഴുകിയിട്ട് വന്നേ. കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കിനി അടുക്കളയിലോട്ട് പോകാം ഗൈസ്. പിന്നെ നേരത്തെ പറഞ്ഞ ആ സൗകര്യക്കുറവ് അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്ഡ് ആവാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് അമ്മയ്ക്ക് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കിച്ചനും കാര്യങ്ങളൊന്നും അങ്ങോട്ട് റെഡിയാകുന്നില്ലെന്നാണ് അമ്മ എപ്പോഴും പറയുന്നത്. അപ്പോൾ അടുക്കളയിൽ വന്നിട്ട് ചായയും പിന്നെ മധുരസേവ ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ ഞാനത് ഹാളിൽ വന്നിട്ട് അത് കഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചായയൊക്കെ കുടിച്ച ശേഷം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഞാനും അച്ഛനും അമ്മയൊക്കെ ഇട്ടിന് വർത്തമാനം പറഞ്ഞിരിക്കും. പിന്നെ ചോറ് കഴിക്കും, കിടന്നുറങ്ങും. ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ നമ്മുടെ ബെഡിൽ കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ നമ്മുടെ മുറിയിൽ കിടന്നുറങ്ങുന്ന ആ ഒരു സുഖം അത് വേറെ എവിടെ പോയാലും കിട്ടില്ല എന്നുള്ളത് സത്യമാണ്, ഭയങ്കര സത്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഇന്ന് ഇവിടെ കിടന്നിട്ട് ഈ സീലിംഗ് നോക്കി കിടക്കുമ്പോഴും എനിക്ക് എൻ്റെ വീട്ടിൽ അങ്ങനെ ആ ഒരു ഇതാണ് എൻ്റെ മനസ്സ്. അതുകൊണ്ട് തന്നെ ആ വീടും ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട് ചില സമയത്തൊക്കെ. അപ്പോൾ എത്രയും പെട്ടെന്ന് തിരിച്ച് പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.